ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയേഴ്സിനെ കുറിച്ചാണ്, അഥവാ SCR എന്ന് പറയും. ഒരു തൈറിസ്റ്റർ കുടുംബത്തിനകത്ത് വരുന്നതാണ് SCR എന്ന് പറയുന്നത്. സോ SCR ഈസ് എ 4-layer 3-terminal semiconductor device which acts as a electronic switch. ഒരു SCRയുടെ കേസിനകത്ത് 3 ജംഗ്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് 4 ലെയർ PN PN എന്നിങ്ങനെ 4 ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഈ 4 ലെയേഴ്സിൻ്റെ സെപ്പറേഷനായിട്ട് ഇവിടെ ഒരു ജംഗ്ഷൻ, ഇവിടെ ഒരു ജംഗ്ഷൻ, ഇവിടെ ഒരു ജംഗ്ഷൻ. ദാറ്റ് മീൻസ് J1, J2 ആൻഡ് J3. ഇങ്ങനെ 3 ജംഗ്ഷൻസാണ് ഒരു SCRനകത്തുള്ളത്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ 3 ടെർമിനൽസ്, ഒരു ടെർമിനൽ നമുക്ക് ആനോഡ് എന്ന് പറയാം, രണ്ടാമത്തെ ടെർമിനൽ കാത്തോഡ്, അഗെയിൻ തേർഡ് ടെർമിനൽ ഗേറ്റ്. ഇപ്പോൾ ഇവിടെ P ടൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ആനോഡ് A എന്ന് ഡിനോട്ട് ചെയ്യാം. N ടൈപ്പുമായിട്ട് ഔട്ടർ N ടൈപ്പുമായി കണക്ട് ചെയ്തിട്ടുള്ളത് കാത്തോഡ് K. ദെൻ ഇന്നർ Pയുമായി കണക്ട് ചെയ്തിട്ടുള്ളത് ടെർമിനൽ എന്ന് പറയുന്നത് ഗേറ്റ് G എന്നിങ്ങനെ ഡിനോട്ട് ചെയ്യാം. നോർമൽ ഓപ്പറേഷൻ കണ്ടീഷനകത്ത് SCR ആനോഡ് എന്ന് പറയുന്നത് ഹൈലി പോസിറ്റീവ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു കാത്തോഡ്. കാത്തോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ആനോഡ് എന്ന് പറയുന്നത് ഹൈലി പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഗേറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആനോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗേറ്റ് എന്ന് പറയുന്നത് സ്മോൾ പോസിറ്റീവ് ആയിരിക്കും. കാത്തോഡിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് പോസിറ്റീവ് ഉണ്ടായിരിക്കില്ല, വളരെ ആസ് കമ്പയർ ടു കാത്തോഡ് കുറച്ചുകൂടി കുറവായിരിക്കും ഗേറ്റിൻ്റെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ജസ്റ്റ് ഒരു SCRൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം, SCRൻ്റെ ഒരു സിമ്പൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. ആനോഡ്, കാത്തോഡ്, ഗേറ്റ് എങ്ങനെയാണ് ഒരു SCRനകത്ത് സിംബോളിക്കായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ്, SCR എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഫസ്റ്റ് കണ്ടീഷൻ, വെൻ ഗേറ്റ് ഈസ് ഓപ്പൺ, ഗേറ്റ് ഈസ് ഓപ്പൺ അല്ലെങ്കിൽ ഗേറ്റിലേക്ക് നമ്മൾ ഒരു സപ്ലൈ കൊടുക്കുന്നില്ല, ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗേറ്റിലേക്ക് നമ്മളൊരു പവർ സപ്ലൈ കൊടുക്കുന്നില്ല, പകരം നേരെ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ PN സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ P ടെർമിനലിലേക്ക് ഒരു പോസിറ്റീവ് ചാർജാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നോർമലി ഇത് പോസിറ്റീവ് ചാർജാണ്, അതിനകത്തേക്ക് പവർ സോഴ്സ് പോസിറ്റീവ് കൊടുക്കുന്നു. ദെൻ Nലേക്ക് നോക്കിക്കഴിഞ്ഞാൽ Nൽ ആൾറെഡി മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്, അതിലേക്ക് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ കൊടുക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോർമലി നമ്മുടെ ഗേറ്റിനകത്തേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നില്ല. ഈ ഒരു കണ്ടീഷൻ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജംഗ്ഷൻ J1, J2, J3 എന്നിങ്ങനെയുണ്ട്. ഇവിടെ J1 എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റും Jയിൽ ആൾറെഡി പോസിറ്റീവ് ചാർജാണുള്ളത്, അല്ലെങ്കിൽ കൊടുക്കുന്ന സപ്ലൈയും പോസിറ്റീവ് ചാർജാണ്. സോ J1 ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. J1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ. സിമിലർലി J3യുടെ കേസ് നോക്കിക്കഴിഞ്ഞാലോ, J3 ആൾസോ ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. കാരണം എന്താണ്, J3 ആൾറെഡി ഇവിടെ N ടൈപ്പിൽ മെജോറിറ്റി ചാർജ് ചെയ്യേഴ്സ് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് ആണ്, അതിലേക്ക് കൊടുക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ ഇവിടെ J3 എന്ന് പറയുന്നത് എന്തായി, ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലായി. ഇവിടെ രണ്ടും ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലാണ് ഉള്ളത്. പക്ഷേ ഒരു SCR കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ J1, J2, J3 3 ടെർമിനൽസും ഫോർവേഡിലാവുമ്പോൾ മാത്രമേ അതിലൂടെ ത്രൂ ഔട്ട് കറണ്ട് ഫ്ലോ നമുക്ക് പോസിബിൾ ആവുകയുള്ളൂ. ഇവിടെ J2 എന്ന് പറയുന്നത് ഓപ്പൺഡ് കണ്ടീഷനാണ്. സോ അതിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നില്ല. ഈ സമയം സർക്യൂട്ടിനകത്തോടെ ഉണ്ടാകുന്നത് ജസ്റ്റ് ഒരു ലീക്കേജ് വോൾട്ടേജ് മാത്രമായിരിക്കും ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ജസ്റ്റ് ഒരു ലീക്കേജ് വോൾട്ടേജ് മാത്രമായിരിക്കും അതിലൂടെ, അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് ആയിരിക്കും അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്
ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുക. ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു സ്പെസിഫിക് വോൾട്ടേജിൽ എത്തുന്ന സമയത്ത് ഈ SCR കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലാവുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക് വോൾട്ടേജിൽ എത്തുമ്പോൾ SCR കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സ്പെസിഫിക് വോൾട്ടേജിനെ പറയുന്ന പേരാണ് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എത്തുന്ന സമയത്ത് സഡനായിട്ട് അതിലൂടെ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആ സഡനായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? SCR കണ്ടക്ട് ചെയ്യുകയും അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യലി അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, ഒരു ബ്ലോക്കിംഗ് മോഡിലായിരിക്കും, ലീക്കേജ് കറണ്ട് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ദെൻ നമ്മൾ അതിനകത്തേക്ക് വീണ്ടും എന്ത് ചെയ്യണം? ഒരു വോൾട്ടേജ് ആപ്ലിക്കേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കൂടെ സഡനായിട്ട് ഒരു സ്പെസിഫിക് വോൾട്ടേജ് എത്തുമ്പോൾ സഡനായിട്ടൊരു കറണ്ട് ഫ്ലോ സംഭവിക്കുന്നു. അങ്ങനെ നമുക്ക് SCRലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ത്രൂ ഔട്ട് നല്ല ഒരു ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത പ്രോപ്പറായിട്ട് കറണ്ട് ഫ്ലോ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗേറ്റിനെ കൂടി നേരെ ഗേറ്റിലേക്ക് ചെറുതായിട്ട് ഒരു സപ്ലൈ കൊടുക്കുക. ഗേറ്റിലെ നമ്മൾ ഒരു ഫോർവേഡ് മോഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഗേറ്റിലൂടെയും ചെറിയൊരു കറണ്ട് ഫ്ലോ ഗേറ്റിൽ കൊടുത്താൽ മതി. അതായത് ചെറിയൊരു വോൾട്ടേജ് ഗേറ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സർക്യൂട്ടിനകത്ത് കൂടെ ഹൈ എമൗണ്ട് കറണ്ട് ഫ്ലോയ്ക്ക് കാരണമാവുകയും അങ്ങനെ നമുക്ക് ഗേറ്റ് ക്ലോസ്ഡ് മോഡ് അല്ലെങ്കിൽ ഗേറ്റിലൂടെ ഒരു പവർ സപ്ലൈ കൊടുക്കുന്ന മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ SCR ലോവർ സപ്ലൈ വോൾട്ടേജിനകത്ത് തന്നെ ഹൈ എമൗണ്ട് ഓഫ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. ആ ഒരു സ്പെസിഫിക് മോഡിനെ നമ്മൾ ഗേറ്റ് ക്ലോസ്ഡ് മോഡ് അല്ലെങ്കിൽ ഗേറ്റ് ട്രിഗറിങ് എന്ന് പറയും. ഗേറ്റ് ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗേറ്റ് വഴി നമ്മൾ ട്രിഗർ കൊടുക്കുക, അല്ലെങ്കിൽ ഗേറ്റ് വഴി ഒരു വോൾട്ടേജ് കൊടുക്കുക. അങ്ങനെ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് SCRലൂടെ പെട്ടെന്ന് തന്നെ കറണ്ട് ഫ്ലോ പോസിബിൾ ആവും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഒരു മോഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു മോഡ് നമുക്ക് വേണമെങ്കിൽ പറയാം റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയാം. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു SCRനകത്ത് P ടൈപ്പ് എൻഡിലേക്ക് നമ്മളൊരു നെഗറ്റീവ്സ്, അവിടെ പോസിറ്റീവാണ്, അതിന് പകരം എന്ത് ചെയ്യാം? ഒരു നെഗറ്റീവ് സപ്ലൈ കൊടുക്കുക. സിമിലർലി N എൻഡിലേക്ക് ഒരു പോസിറ്റീവ് സപ്ലൈ, ഗേറ്റ് ഇൻ ഓപ്പൺഡ് കണ്ടീഷൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? P1 എന്ന് പറയുന്ന എൻഡിലേക്ക് നെഗറ്റീവ് സപ്ലൈ ആണ് വരുന്നത്. ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് പോസിറ്റീവ് ചാർജഡ് ആയിട്ടുള്ള ഹോൾസ് ആണ്. Nനകത്ത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് നെഗറ്റീവ് ചാർജഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇവിടെ J1ഉം J3യും റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാവും. ഓക്കെ, J1ഉം J3യും റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് കൂടെ എന്തുണ്ടായിരിക്കില്ല? ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കില്ല. ചെറിയ ഒരു ലീക്കേജ് കറണ്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിലേക്കുള്ള സപ്ലൈ വോൾട്ടേജ് കൂട്ടാം. സപ്ലൈ വോൾട്ടേജ് കൂട്ടി അതിൻ്റെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ നമുക്ക് റിമൂവ് ആവുന്നവരെ സപ്ലൈ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാലും അതിലൂടെ വളരെ ചെറിയ ഒരു ലീക്കേജ് കറണ്ട് മാത്രമേ പാസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ദെൻ എഗെയിൻ കൂട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും അതിൽ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ലോസസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു രീതി ഉപയോഗിച്ച് നമ്മൾ ഒരിക്കലും ഒരു SCRനെ കണ്ടക്ഷൻ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാറില്ല. കാരണം അവിടെ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ലോസ് ആണ് സംഭവിക്കുന്നത്. ആ ഒരു മെത്തേഡ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. നമ്മൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിനകത്ത് ഗേറ്റിനകത്ത് ഒരു ട്രിഗറിങ് കൊടുത്തിട്ടാണ് ഈ SCRനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് SCRൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ഗേറ്റ് പോസിറ്റീവ്, അതായത് ഗേറ്റിനകത്തേക്ക് നമ്മൾ ഒരു ട്രിഗറിങ് കൊടുക്കുന്ന കേസ്, രണ്ടാമത്തെ കേസായിട്ട് നമ്മൾ പറഞ്ഞു. ഇവിടെ രണ്ടും P ടൈപ്പ് J1ഉം J2യും ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലായിരിക്കും. ഇതും ഫോർവേഡ്. ദെൻ ഗേറ്റിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു പോസിറ്റീവ് സപ്ലൈ കൊടുത്തു. അത് നമ്മൾ ഗേറ്റ് ട്രിഗറിങ് എന്ന് പറയാം. അങ്ങനെ ഗേറ്റിനകത്ത് ചെറിയൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് SCRനൂടെ നല്ല രീതിയിലുള്ള ഒരു കണ്ടക്ഷൻ പോസിബിൾ ആവും. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ്.
ഇനി നമുക്ക് ഒരു SCRൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. SCR നമ്മൾ ഉപയോഗിക്കുന്ന പല അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഒന്ന് സ്പീഡ് കൺട്രോൾ ഓഫ് DC ആൻഡ് AC മോട്ടോഴ്സിൻ്റെ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് കൺട്രോളിങ് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഒരു SCR ഉപയോഗിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ് വരുന്നത് റെക്ടിഫയർ ഫോർ കൺവേർഷൻ ഓഫ് AC ഇൻറ്റു DC. ACയെ DC ആക്കി മാറ്റുന്ന റെക്ടിഫയേഴ്സായിട്ട് നമുക്ക് SCRസിന് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ആസ് ഇൻവേർട്ടർ ഫോർ കൺവേർഷൻ ഓഫ് DC ഇൻറ്റു AC. DCയെ AC ആക്കി മാറ്റുന്ന ഇൻവേർട്ടറുകളിൽ നമുക്ക് SCR ഉപയോഗിക്കാം. ആസ് ചോപ്പർ ഫോർ കൺവേർട്ടിംഗ് ഫിക്സഡ് DC ഇൻറ്റു വേരിയബിൾ DC. നമുക്ക് ലഭിക്കുന്ന ഒരു ഫിക്സഡ് ആയിട്ട് ലഭിക്കുന്ന DCയെ നമുക്ക് വേരിയബിൾ DC ആക്കി മാറ്റുന്നതിന്, അങ്ങോട്ട് വേരിയേഷൻ വരുന്ന രീതിയിലുള്ള ഒരു DC ആക്കി മാറ്റാൻ ചോപ്പറായിട്ട് നമുക്ക് അതുകൊണ്ട് വേരിയേഷൻ വരുത്താൻ സാധിക്കും. ദെൻ ആസ് എ സൈക്ലോ കൺവേർട്ടർ ഫോർ കൺവേർട്ടിംഗ് AC ഓഫ് വൺ ഫ്രീക്വൻസി ഇൻറ്റു AC ഓഫ് അനദർ ഫ്രീക്വൻസി. ഫ്രീക്വൻസി ചേഞ്ച് വരുത്താൻ നമുക്ക് സാധിക്കും. ദെൻ പവർ സ്വിച്ചസ് ആയിട്ട് നമ്മൾ SCR ഉപയോഗിക്കാറുണ്ട്. സ്റ്റാറ്റിക് സ്വിച്ചസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റിലേ കൺട്രോളുകളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സ്വിച്ചിങ് പർപ്പസ് ഓൺ ഓഫ് ഫംഗ്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ SCRs ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക്. അടുത്ത് നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.